ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതകഥാമൃതം നിത്യപാരായണം 10-ാം ദിവസം. സൂതൻ തുടർന്നു. ദുർവൃത്തികളായവരെ കീഴടക്കി ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചതിൽ ശ്രീകൃഷ്ണൻ സംതൃപ്തനായി. യുധിഷ്ഠിരനാകട്ടെ ഭീഷ്മപിതാമഹന്റെ ഉപദേശവാക്കുകൾ കേട്ട് മനോവിഷമം മാറി രാജ്യത്തെ നീതിയുടെയും പ്രേമത്തിന്റെയും പാതയിൽ നയിച്ചു പോന്നു. ദേവതകൾ സംപ്രീതരാവുകയും നാട്ടിൽ ഐശ്വര്യത്തിന്റെ മന്ദഹാസം വിടരുകയും ചെയ്തു. ദുഷ്ടതകൾ കറുതി വന്നതോടെ ജനത്തിന്റെ മാനസികവും കായികവുമായ ആരോഗ്യം വീണ്ടുകിട്ടി. ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ അനുവാദത്തോടെ ഭാരതത്തിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള തന്റെ രാജ്യമായ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ആ വേർപാട് പാണ്ഡവർക്കും കൃഷ്ണനും ഒരുപോലെ വേദനാജനകമായിരുന്നു. കൃഷ്ണകഥകൾ കേൾക്കുന്നവനു പോലും ആ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല. പാണ്ഡവർക്കാവട്ടെ ആ കൃഷ്ണനെ നേരിട്ട് അടുത്തറിയാൻ കഴിഞ്ഞിരുന്നു. അവർക്കതെങ്ങനെ സഹിക്കാനാകും? എങ്കിലും അതായിരുന്നു വിധി. പാണ്ഡവർ കൃഷ്ണന് വമ്പിച്ചൊരു യാത്രയയപ്പ് നൽകി. അവർ ഹസ്തിനാപുരത്തിന്റെ അതിർത്തി വരെ അദ്ദേഹത്തെ പിന്തുടർന്നു ചെന്ന് യാത്രാമംഗളം നേരുകയും ചെയ്തു. ഭഗവത് പ്രേമികളായ സാധു ഗ്രാമീണ സ്ത്രീകൾ ഭഗവാനെ കൺകുളിർക്കെ കണ്ട് അവിടുത്തെ അപദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തി: അല്ല സുഹൃത്തെ, ഇത് പരമാത്മാവായ നിന്തിരുവിടി തന്നെയല്ലയോ? സർവ്വതിന്റെയും സൃഷ്ടി സ്ഥിതി സംഹാരകാരണഭൂതനായ അവിടുന്ന് വിശ്വത്തിനധിപനാണല്ലോ. മഹാമുനിമാരും മഹാത്മാക്കളും ദിവസവും പാടിപ്പുകഴ്ത്തുന്ന ആ ഭഗവാൻ ഇത് തന്നെയല്ലയോ? വേദപുരാണങ്ങളും വർണ്ണിക്കുന്നത് അവിടുത്തെയല്ലേ? അചഞ്ചലമായ ഭക്തി കൊണ്ട് പരമപവിത്രമാക്കിയ ഹൃദയത്തിൽ അങ്ങയുടെ ദർശനമാണല്ലോ ഇന്ദ്രിയങ്ങളെയെല്ലാം കീഴടക്കിയ യോഗീവര്യന്മാർ കാക്ഷിക്കുന്നത്. അവർ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുന്നത് അവിടുത്തെ ചിന്താമലരടികളെയാണല്ലോ. അവിടത്തേക്ക് മാത്രമേ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴെല്ലാം ഭരണാധികാരികൾ അധർമ്മത്തിന്റെ വഴിക്ക് നീങ്ങുന്നുവോ അപ്പോഴെല്ലാം പവിത്രതയുടെ പര്യായമായ അങ്ങ് പല രൂപങ്ങളിൽ ദിവ്യപ്രഭാവം കാണിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദിവ്യതയുടെ പ്രഭാവമായ അനന്തശക്തി, സാന്നിധ്യം, സത്യം, നീതി, ദയ, ദിവ്യപ്രവൃത്തികൾ എന്നിവയും അപ്പോൾ പ്രകടിതമാകുന്നു. അവിടുന്ന് പിറന്നു വളർന്ന കുലവും ദ്വാരകയും അവിടുത്തെ ജനങ്ങളുമെല്ലാം ധന്യരത്രേ. അദ്ദേഹത്തെ പരിണയിച്ചിരിക്കുന്ന സ്ത്രീജനങ്ങൾ ധന്യരും സ്ത്രീകുലത്തിന് തന്നെ അഭിമാനവുമാണ്. ശ്രീകൃഷ്ണൻ മന്ദവഹാസം പൂണ്ടു മില്ലാളി വീരന്മാർക്കും മഹാരാജാക്കന്മാർക്കും പ്രത്യക്ഷമാവാതിരുന്ന സത്യത്തെ നിർമ്മലമായ പ്രേമം കൊണ്ട് സാധു ഗ്രാമീണ സ്ത്രീകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാണ്ഡവരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞ ശ്രീകൃഷ്ണൻ ഭാരതത്തിലെ പല രാജ്യങ്ങളും മാർഗമധ്യേ സന്ദർശിച്ച് സ്വീകരണങ്ങൾ കൈക്കൊണ്ടു അങ്ങനെ പടിഞ്ഞാറേ തീരത്തെത്തിച്ചേർന്നു. ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 10-ാം ദിവസം സമാപ്തം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.